ഒരു ഭവനത്തിലെ മാതാപിതാക്കൾക്ക് 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ വലിയ കുസൃതിക്കാരനായിരുന്നു. മാതാപിതാക്കളെ പറ്റിക്കണമെന്ന് കരുതി അവൻ വീട്ടിലെ തട്ടിന് മുകളിൽ കയറി ഒരു കൊച്ചു മുറിയിൽ ഒളിച്ചിരുന്നു. ആ വാതിൽ തുറക്കുവാൻ പറ്റാത്ത വിധം കാറ്റത്ത് അടഞ്ഞുപോയി. മുറിയിൽ കറണ്ടും പോയി. വലിയ കൂരിരുട്ട്. അവൻ ആകെ ഭയപ്പെട്ടു. അവൻ വാവിട്ട് കരയുവാൻ തുടങ്ങി. ശബ്ദം കേട്ട് അവൻ്റെ പിതാവ് ഓടി വന്നു. വാതിൽ തുറക്കുവാൻ പറ്റാത്ത വിധം അടഞ്ഞിരിക്കുകയാണ്. ആ പിതാവ് ആ മുറിയുടെ പുറത്തുനിന്ന് മകനോട് പറഞ്ഞു, മോനെ, പേടിക്കേണ്ട, ഡാഡി ഇവിടെയുണ്ട്. ഇത് കേട്ട മാത്രയിൽ കുഞ്ഞിൻ്റെ ഭയമെല്ലാം ഓടി ഒളിച്ചു. അവൻ്റെ കരച്ചിൽ നിന്നു. അവൻ വാതോരാതെ സംസാരിക്കുവാൻ തുടങ്ങി, ചിരിക്കുവാൻ തുടങ്ങി. എന്താണ് കാരണം? അവൻ്റെ പിതാവിൻ്റെ വാക്ക് വിശ്വസിച്ചു. പിതാവ് തൻ്റെ കൂടെയുണ്ടെന്നും ഇനി ഒന്നും ഭയപ്പെടേണ്ടതില്ലെന്നും അവൻ വിശ്വസിച്ചു. ഈ കുഞ്ഞിൻ്റെ വിശ്വാസം നമ്മിലുണ്ടോ? ഈ ലോകജീവിതം ഭയപ്പാടുകൾ നിറഞ്ഞതാണ്. പല കാരണങ്ങൾ കൊണ്ടും മനുഷ്യരുടെ ഉള്ളം ഭയപ്പെടാറുണ്ട്. അത്തരണത്തിൽ നാം കർത്താവ് കൂടെയുണ്ടെന്ന് വിശ്വസിക്കണം. സത്യാവേദ പുസ്തകത്തിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് ദൈവം നമ്മോട് പറയുന്നു. ജീവിതത്തിൽ ഭയപ്പാടിൻ്റെ സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് ആശ്വാസം പകരുന്ന ഒരു ഭാഗമാണ് യെശയ്യാപ്രവചന പുസ്തകം 41 അധ്യായം. ഈ അധ്യായം നാം പലതവണ വായിച്ചാൽ നമുക്ക് കരുത്തും ധൈര്യവും പ്രത്യാശയും ലഭിക്കും. യഹോവ യാക്കോബിനോടും അവൻ്റെ സന്തതി പരമ്പരകളായ ഇസ്രായേൽ ജനത്തോടും പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്ന വചനങ്ങളാണ് ഈ വചനങ്ങൾ. നമ്മെ എല്ലാ കാലത്തും ശക്തീകരിക്കുന്ന വചനങ്ങളാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വചനം. ജീവിതത്തിൽ നാം ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മിൽ ചില മാറ്റങ്ങൾ വേണം. പാപപങ്കിലമായ ഹൃദയങ്ങളിൽ ദൈവം വസിക്കുകയില്ല. അവർക്ക് ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുവാനും സാധ്യമല്ല. ദൈവം കൂടെ വസിക്കുന്നവരിൽ 4 ഗുണങ്ങൾ കാണുവാൻ കഴിയും. 1, നീതീകരണം. 2, പ്രാർത്ഥനാ ജീവിതം. 3, പാപമില്ലാത്ത ജീവിതം. 4, ഭയമില്ലാത്ത ജീവിതം. പാപം നമ്മെ വേട്ടയാടുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും. ഭയം ഒരു തരത്തിലുള്ള പൈശാചിക ബാധയാണ്. ദാവീദിന് ഈ ഭയമുണ്ടായി. അനുതപിക്കാതെ പാപം മൂടിവെച്ചപ്പോൾ ദാവീദ് ഉണങ്ങിയ അസ്ഥികൾ പോലെയായി. ഞാൻ മിണ്ടാതെയിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. 32 സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. അപ്പോൾ ഭയം ഓടിയകന്നു. ദാവീദ് പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. 4 സങ്കീർത്തനം 8 വാക്യം. പാപം അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ദൈവവേദന ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട എന്ന്. നാം വെറും പുഴുക്കളാണ്. ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും സാധ്യമല്ല. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെയാക്കുകയും ചെയ്യും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ. പുഴുവായ നമ്മെ മൂർച്ചയുള്ള ആയുധമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് വസിക്കുവാനൊരിടം ഹൃദയത്തിൽ നൽകണം എന്ന് മാത്രം. അശുദ്ധിയുള്ള ഹൃദയങ്ങളിൽ ദൈവം വസിക്കുകയില്ല. മനുഷ്യരുടെ ഹൃദയം കാപഠ്യം നിറഞ്ഞതാണ്. വൈരാഗ്യവും കോപവും പിണക്കവും സ്വാർത്ഥതയും ഈർഷ്യയും പരദൂഷണവും ഹൃദയത്തെ അശുദ്ധമാക്കുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. യിരെമ്യാവ് 17 അധ്യായം 9-10 വാക്യങ്ങൾ. അതിനാൽ
കാൽവരിയിൽ യേശു കർത്താവ് ഒഴുക്കിയ തങ്കച്ചോരയാൽ നമ്മുടെ ശരീരത്തിലെ മുറിവുകളെയും ചതവുകളെയും വ്രണങ്ങളെയും കഴുകേണ്ടതായിട്ടുണ്ട്. ഹൃദയത്തെ വിശുദ്ധീകരിക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി വരുത്തി ദൈവം നമ്മിൽ വസിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും നാം ഭയപ്പെടുകയില്ല. അങ്ങനെയുള്ള പ്രത്യാശയോടെ പറയും, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. 23-ാം സങ്കീർത്തനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com